ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പായസമാണ്. ഓണത്തിന് എളുപ്പവഴിയിൽ ഞാനൊരു പായസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ചോറ് ഒരു ബൗൾ, ശർക്കര 150 ഗ്രാം, വെള്ളം ആവശ്യത്തിന്, ചൗവരി ആവശ്യത്തിന്, പാല് ആവശ്യത്തിന്, ഏലക്കായ് 2 എണ്ണം, ചുക്ക് ഒരു ചെറിയ കഷ്ണം, നെയ്യ് 2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി ആവശ്യത്തിന്, തേങ്ങ കൊത്തി അരിഞ്ഞത് കുറച്ച്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ പാത്രത്തിലേക്ക് ചോറെടുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4 തവി ചോറുണ്ടാകും ഇത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചൗവരി വേവിച്ചതിട്ട് കൊടുക്കാം. ചൗവരിയൊക്കെ ഞാൻ തലേദിവസം തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഇത് കുറച്ച് സമയം പിടിക്കുമല്ലോ വെന്ത് കിട്ടാൻ, അതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ വേവിച്ച് വയ്ക്കും. ഞാൻ ശർക്കര അലിയിച്ച് വെച്ചിരുന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇപ്പോൾ അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഞാൻ സാധാരണ പാക്കറ്റ് പാൽ കിട്ടുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ തിളപ്പിക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടാക്കി ഒന്ന് എടുക്കുകയും ചെയ്യാവേ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് അതിലൊന്ന് വേകണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരുവിധം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാകാൻ വയ്ക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോണേ. കണ്ടില്ലേ, കാഷ്യൂ ഒക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്ലംസ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് തേങ്ങ ചെറുതായിട്ട് നുറുക്കിയതിരിപ്പുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസത്തിൽ തേങ്ങ നുറുക്കിയൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ ചിലർ ജീരകം വറുത്തിടും ഇതിലേക്ക്, പായസത്തിലേക്ക്. അതിനും ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പായസമൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. 2 ഏലക്കയും ഒരല്പം ചുക്കും ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾക്ക് കുറുകിയിരിക്കുന്ന പായസം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ചോറ് എന്തായാലും ഓണത്തിന് റെഡി ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇത് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.